പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചമർപ്പിക്കുന്ന നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 2026 ഏപ്രിൽ മാസത്തിൽ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ദൈനംദിനമുള്ള ദൈവവചന ചിന്തകൾ നമ്മളുടെ ഏവരുടെയും ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങളും ദൈവപ്രവർത്തികൾക്കും കാരണമായി തീരട്ടെ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊട്ടനവധി വിചാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, മാറി മാറി വരുന്ന വിചാരങ്ങൾ, ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ അലയടിച്ചുയരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ കണ്ട് വിചാരപ്പെടുന്നവരാണ്. വിശുദ്ധ വേദപുസ്തകം യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴിയുമല്ല എന്ന് പ്രവാചകനായ യെശയ്യാവിലൂടെ വളരെ വ്യക്തതയോടെ ദൂത് കൈമാറുകയാണ്. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരോട് അല്പസമയം ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം വിചാരിക്കുന്നത് പോലെയല്ല നമ്മെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടേതായ വിചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ ഒരുപക്ഷെങ്കിൽ നാം വിചാരിക്കും, നാം ചിന്തിച്ചതിനകത്തൊരു റിസൾട്ട് കാണും. എന്താണ് കാണുന്നത്? എന്താണ് വിചാരിക്കുന്നത്? ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുന്നൊരു ലൈഫാണല്ലോ. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും നാളിതുവരെ ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും എൻ്റെ ലൈഫ് ഇതുകൊണ്ട് അവസാനിച്ചു പോകുന്നല്ലോ. വിചാരങ്ങൾക്കകത്ത് ഡിപ്രഷനുകളായി മാറുകയാണ്. വിചാരങ്ങൾക്കകത്ത് മനോവികാരങ്ങൾ മാറി മനുഷ്യർ ആത്മഹത്യയിലേക്കൊക്കെ മനസ്സു മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ എൻ്റെ സ്നേഹിതരോട്, മാതാപിതാക്കളോട് ഞാൻ പറയാം, നമ്മെക്കുറിച്ച് വിചാരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ അവിടെ ഒരു ദൈവ മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വലിയൊരു സ്വപ്നം കാണുന്ന യോസഫ് എന്ന മനുഷ്യൻ സ്വപ്നം കണ്ടു. സ്വപ്നം അപ്പനോടും സഹോദരങ്ങളോടും ഒക്കെ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചൊരു കാര്യമുണ്ട്. അതേ, സ്വപ്നക്കാരനെ, ദർശനക്കാരനെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതായിരുന്നു അവരുടെ വിചാരങ്ങൾ. ഈ സ്വപ്നം കണ്ടവരെ ഞങ്ങളുടെ മുകളിൽ വളർത്തുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അവരുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി യോസഫിനെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ടെന്ന് അവിടെ തെളിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ സഹോദരന്മാർക്ക് യോസഫിനെ കുറിച്ചൊരു വിചാരമുണ്ട്. അവിടെ യോസഫിനെ കുറിച്ചൊരു വിചാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരുടെ വിചാരമാണ് അവനെ നശിപ്പിക്കണമെന്നുള്ളത്. എന്നാൽ സഹോദരന്മാരുടെ വിചാരങ്ങൾക്കപ്പുറമായി യോസഫിൻ്റെ സ്വപ്നവുമായി താൻ മുൻപോട്ട് പോകുമ്പോൾ അപ്രത്യക്ഷിതമായ സമയത്താണ് തനിക്ക് പൊട്ടക്കിണറെന്ന അനുഭവം വന്നു വീഴുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൊട്ടക്കിണർ തൻ്റെ ലൈഫിൽ വന്നപ്പോൾ യോസഫ് വിചാരിച്ചു പൊട്ടക്കിണർ തൻ്റെ അവസാനമാണ്. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾക്കകത്ത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് വരുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രതിസന്ധി എൻ്റെ അവസാനമാണെന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യരായ സ്നേഹിതരോട്, സുഹൃത്തുക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. യോസഫേ, താങ്കളുടെ മുമ്പിൽ വെളിപ്പെട്ട പൊട്ടക്കിണർ അവസാനമല്ല, താങ്കളോടുള്ള വാഗ്ദത്തത്തിൻ്റെ വഴിയാണത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ തിരിച്ചറിയണം, ഈ പ്രതിസന്ധി എൻ്റെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ വാതിൽ തുറക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ദൈവം കാണിച്ച സ്വപ്നങ്ങൾ, നമ്മളോട് ദൈവമിടപെട്ട ദർശനങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുവാൻ തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ താൻ വിചാരിച്ചൊരു കാര്യമുണ്ട്. എന്തിന് സ്വപ്നം കണ്ടു, എന്തിനിറങ്ങിത്തിരിച്ചു? പൊട്ടക്കിണർ അവസാനം വാക്കായി മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു
മറ്റൊന്നുമില്ലേ? അതേ യോസഫിനോട് ദൈവാത്മാവിൽ ഒരു ദൂത് കൈമാറി മുൻപോട്ട് പോക. യോസഫെ, നിന്നെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് സ്തോത്രം തെളിയിക്കപ്പെടാൻ പോകുകയാണ്. തീർന്നില്ല, അവിടെ നിന്ന് അടിമച്ചന്തയിൽ അടിമയായി വിൽക്കപ്പെടുന്നു. യോസഫെ, സ്വപ്നം എന്തായി? സ്തോത്രം, ഞാൻ വല്ലാത്ത വിചാരത്തിലാണ്. എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ലൈഫിലുടനീളം സ്തോത്രം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, എൻ്റെ വിചാരങ്ങൾക്ക് ചൂടുപിടിച്ച് ഞാൻ വല്ലാത്ത സങ്കീർണമായ അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ തീർന്നില്ല. പോത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് വീഴ്ത്തപ്പെടുമ്പോൾ അവിടെ ഹാലലിയ പാനപാത്രക്കാരന് സ്തോത്രം ഒരു പ്രമാണിയെ കണ്ടുമുട്ടുന്നു. സ്വപ്നമൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോൾ യോസഫ് അവനോട് പറയുന്നൊരു പദമുണ്ട്, നീ രക്ഷപ്പെടുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്ര. എന്നെ കുറിച്ചൊന്ന് വിചാരിച്ചേക്കണേ. എന്നെ അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ എൻ്റെ പേരും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചേക്കണേ. യോസഫ്, കേവലം ഒരു പാനപാത്രവാഹന്മാരുടെ പ്രമാണി നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതല്ല, സർവശക്തനായ ദൈവം നിന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ അത് സർവശക്തന്റെ കയ്യിൽ നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഫറവോൻ അവനെ ഓർമ്മപ്പെടുത്തി, ഫറവോന് സ്വപ്നം കൊടുത്ത് ഫറവോന്റെ ഖസാറയിലേക്ക് കയറ്റിയിരുത്തുന്ന വലിയൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഒട്ടനവധി ചരിത്രങ്ങൾ വേദപുസ്തകം നമ്മെ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങൾ ഒരുപക്ഷെ പ്രതിസന്ധിയിൽ അവസാനിക്കുമെന്നാണ്, പ്രതികൂലത്തിൽ അവസാനിച്ചു പോകുമെന്നാണ്. നോ, അങ്ങനെയല്ല. അതിനപ്പുറമായി എന്നെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാ, നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നാം അറിയാതിരിക്കുമ്പോൾ, ഇവിടെ എന്നെ അറിയുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നെക്കുറിച്ച് വിചാരിച്ച് വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന വലിയൊരു ദൈവമുണ്ടെന്ന് ഈ സമയം മനസ്സിലാക്കണം. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, വിചാരങ്ങൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.